ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെന്ന് പറയുന്നത് 2 കേക്കുകളുടെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അതിൽ ആദ്യത്തെ കേക്ക് കാണിക്കുന്നത് എൽസ തീമിൽ വരുന്നൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ എൽസ തീമായിട്ട് യെല്ലോ ഷെയ്ഡ് കൊടുക്കുന്നതെന്ന്. ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറ് യെല്ലോയും ബ്ലൂ ആണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കസ്റ്റമറിൻ്റെ തീരുമാനത്തിലാണ് നമ്മൾ കേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ യെല്ലോ ക്രീം ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം സൈഡിലായിട്ടിങ്ങനെ ബ്ലൂ കളറും കൂടി കൊടുക്കുന്നുണ്ട്. ഫോർട്ട് ലൈൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്തത് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ 2 പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. 1 kg വെയിറ്റാണ് കേട്ടോ ഈ കേക്ക്. ഇത് ബട്ടർ സ്കോച്ച് ഫ്ലേവറായിരുന്നു. അങ്ങനെ ബ്ലൂ കളർ ക്രീം കൊടുത്തതിന് ശേഷം ഇതുപോലെ പാരറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കുന്നുണ്ട്. അതിനുശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ കൂടി കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ അതിൻ്റെ സൈഡിലായിട്ട് സിൽവർ കളറിലെ ഡസ്റ്റാണ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആ ലൈനിൽ ഫുള്ളിലായിട്ട് ഞാനിങ്ങനെ സിൽവർ കളറിലെ ഡസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഡസ്റ്റിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അതുപോലെ മൊത്തത്തിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കേക്കിലേക്ക് കുറച്ച് ഷിമ്മറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും സിൽവർ കളറിൽ തന്നെയാണ് ഷിമ്മറും ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ്, സിൽവർ കളറിലെ ചെറിയ ഷുഗർ ബോൾസ് കേക്കിൽ ടോപ്പിലും യെല്ലോ പോർഷൻ കാണുന്നിടത്തെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്ലൂ കളറിലെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഫോക്സ് ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സിൽവറും വൈറ്റും കോംബോയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ താരമായ എൽസയെ ഞാൻ വെക്കുന്നുണ്ട്. അതൊരു കട്ടൗട്ട് പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. നോൺ എഡിബിൾ ആയിട്ടുള്ള പ്രിൻ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഫോക്സ് ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് എഡിബിൾ ബട്ടർഫ്ലൈസ് ആണ് വെച്ച് കൊടുക്കുന്നത്. ബ്ലൂ കളറിലെ എഡിബിൾ ബട്ടർഫ്ലൈസും കൂടി വെച്ച് കൊടുത്തു. ഇതിനകത്ത് സ്നോ ഫ്ലേക്സ് ഒന്നും വേണ്ടാന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിന് പകരം ബട്ടർഫ്ലൈസ് വെച്ച് കൊടുത്തു. അതിനുശേഷം പേരും കൂടി ഞാൻ കേക്ക് ബോർഡിലേക്ക് ഫോണ്ടൻറ്റിൽ റൈറ്റ് ചെയ്തിട്ട് പേരും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കേക്കിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആവും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കായിരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അടുത്ത കേക്ക് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വരുന്ന കേക്കാണ്. ഇത് 8 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. ഇത് 1 kg വെയിറ്റാണ് വരുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാശയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാശ ട്രിപ്പ് പോലെ ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അതെന്നെ ചതിച്ചു. അതങ്ങോട്ട് കറക്റ്റായിട്ട് വീഴുന്നില്ലായിരുന്നു. കുറച്ചൊന്ന് തിക്കായിപ്പോയി. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ പാരറ്റ് നൈഫ് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ നടത്തിയിട്ട് ഒന്നും അത് ട്രിപ്പായിട്ട് വരുന്നില്ല. അവസാനം കുറച്ചിങ്ങനെ അതിനകത്ത് നടർന്ന് വരുന്നത് കണ്ടുകൊണ്ട് പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കിയപ്പോൾ അതിങ്ങനെ ഒരു വല്ലാത്ത രീതിയായി. പിന്നെ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ബോർഡർ കൊടുത്തു. കേക്കിൻ്റെ താഴെയും അതുപോലെ തന്നെ ബോർഡർ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. കേക്കിന് ബോർഡറൊക്കെ കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് സ്ട്രോബെറി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രോബെറി എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഗ്ലേസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ സ്ട്രോബെറി മൊത്തത്തിൽ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്ട്രോബെറി വെക്കുന്ന കണ്ടുകൊണ്ട് ഒരാൾ വരുന്നുണ്ട് സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കുഞ്ഞിക്കൈ കാണുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഞാൻ പിന്നെ ബാക്കി സ്ട്രോബെറി ഇരുന്നത് ടിഷ്യൂലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അയാൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ ഇളയ മോളാണ്. അങ്ങനെ സ്ട്രോബെറി എല്ലാം വെച്ചതിന് ശേഷം ആ ഓരോ സ്ട്രോബെറിയുടെയും ഇടയിലായിട്ട് ഞാനിവിടെ വാഫർ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്, ചോക്ലേറ്റിൻ്റെ തന്നെ. അപ്പോൾ അത് ആദ്യം വെച്ചപ്പോഴത്തേക്ക് കുറച്ച് വലുതായിട്ട് തോന്നി. അങ്ങനെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലെല്ലാം അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ചോക്ലേറ്റ് കേക്കിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഡെക്കറേഷൻ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനല്ലേ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് നല്ല ടേസ്റ്റായിട്ട് തോന്നും ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മുടെ കേക്ക് പിന്നെ കേക്കിൻ്റെ മുകളിൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ.